എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തൊക്കെയോ ചെയ്തത് ഇത്രമാത്രം വിലപ്പെട്ട ഒരു കാര്യമാണ് എന്ന് മനസ്സിലായത് ശ്രീ പ്രസാദിന്റെ പ്രസംഗം കേട്ടപ്പോഴാണ്. ഒരുപക്ഷെ ഇതെല്ലാം നല്ല രീതിയിൽ ഒരു പുസ്തകമാകത്തക്കത്തിൽ എഴുതി എനിക്ക് തന്നാൽ ഞാനത് പുസ്തകമാക്കിക്കൊള്ളാം, എനിക്കതൊരു മുതലാകും എന്ന് ഇപ്പോൾ തോന്നിപ്പോകുന്നു. ഇതൊന്നുമല്ല ഞാനിവിടെ പറയുവാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സന്തോഷകരമായിരിക്കുന്ന ഒരു അവസരം വളരെ ചുരുക്കമായിട്ടാണ് ലഭിക്കുക. സംതൃപ്തിയുടെ കൊടുമുടിയിലാണ് ഞാൻ നിൽക്കുന്നത്. കൊടുമുടിയിൽ നിൽക്കുന്നതാകട്ടെ 1 2 90 91 വയസ്സിന്റെ 4ാം മാസത്തിലാണ്. 91 വയസ്സിന്റെ 4ാം മാസത്തിൽ എത്തുന്നവന്റെയും തലയുടെ മുകളിൽ എന്തുകൊണ്ട് വെള്ളിമേൽപ്പുര കെട്ടിയിട്ടില്ല എന്ന് ചോദിച്ചാൽ പലരും ചോദിക്കുന്ന ചോദ്യമാണ്. അതിനെന്റെ ഉത്തരം, ആ ചോദ്യം എന്നോടല്ല ചോദിക്കേണ്ടത്, ഗോദറേജ് കമ്പനിയോടാണെന്നാണ്. ഏതായാലും മനസ്സിന്റെ യുവത്വം സൂക്ഷിക്കുക എന്നത് ഒരു വലിയ കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രായം അങ്ങനെ പോകുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ അറിയുവാൻ ശ്രമിക്കാറുമില്ല. എനിക്ക് ഈ കാലഘട്ടത്തിൽ എന്റെ ചുറ്റുപാട് നടക്കുന്ന സംഗതികളിൽ നിന്ന് എന്തെല്ലാം ധരിക്കുവാനുണ്ട്, എന്തെല്ലാം തിരസ്കരിക്കുവാനുണ്ട് എന്നുള്ളതാണ് നോക്കാറുള്ളത്. അങ്ങനെയുള്ള ഒരു ജീവിത ശൈലിയാണ് ഞാൻ മുൻപോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഏതായാലും ഇങ്ങനെ ഈ സംതൃപ്തിയുടെ കൊടുമുടിയിൽ നിന്നുകൊണ്ട് ഞാൻ പരസഹായം കൂടാതെ വടികുത്താതെ താഴോട്ടിറങ്ങി നിങ്ങളുടെ മുൻപിൽ വരുന്നു. നിങ്ങളുടെ മുൻപിൽ വന്നിട്ട് ബഹുമാനാദരവോടുകൂടി നിങ്ങളുടെ കാലുകൾ കഴുകുന്നു. കഴുകി വിനയം കൊണ്ട് അത് തുടയ്ക്കുന്നു. ആ തുടച്ച കാലുകളിൽ ഞാൻ എന്റെ സ്നേഹചുംബനം അർപ്പിക്കുമ്പോൾ നിങ്ങൾ എന്നെ ഹസ്തദാനത്താൽ അനുഗ്രഹിക്കുക. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. ഏതായാലും എനിക്ക് ഇതുപോലെയുള്ള ഒരു ഗംഭീര സ്വീകരണം മദിരാശിയിൽ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് അസാധാരണമാണ്, അസാധാരണമായ അനുഭവമാണ്. അത് ആരുടെ പേരിലാണ്? കുമാരനാശാന്റെ പേരിലുള്ള സ്ഥാപനം. മലയാള കവിതയിൽ ഏറ്റവും മഹത്തായ കവിതകൾ എഴുതിയിട്ടുള്ള ആധുനിക കവി ആരെന്ന് ചോദിച്ചാൽ കുമാരനാശാനാണ് എന്നുള്ളത് സംശയമില്ല. ആ കുമാരനാശാന്റെ പേരിലുള്ള ഈ സ്ഥാപനം, ആ സ്ഥാപനം നൽകുന്നതാണ് ആശാൻ പ്രൈസ്. അതാണ് അതിന്റെ വില. അതിന്റെ സ്ഥാപകനാകട്ടെ AK ഗോപാൽ ദ്വിതീയൻ. ഈ സമ്മാനം ആരംഭിക്കുന്ന കാലത്ത് ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. അദ്ദേഹം അന്ന് ഇതുപോലെയുള്ള ഒരു സമ്മാനം ഏർപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുവാൻ തിരുവനന്തപുരത്ത് വന്നപ്പോൾ പഴയുള്ള രമേശനുമൊത്ത് എന്റെ വീട്ടിലും വരികയുണ്ടായി. അന്ന് എന്ത് തുക കൊടുക്കണം, എങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചതിന് എന്നെയും പങ്കാളിയാക്കിയിട്ടുണ്ട്. ഏതായാലും 1996 വിഷ്ണുനാരായണൻ നമ്പൂതിരിക്ക് ആശാൻ പ്രൈസ് നൽകിയ കൊല്ലം ഞാനും പഴവിളയും ആശംസാ പ്രസംഗത്തിന് ഇവിടെ വരികയും ഈ 1ാം നമ്പർ കൊച്ചിൻ ഹൗസിൽ താമസിച്ചുകൊണ്ട് സമ്മേളനത്തിൽ പങ്കെടുത്ത് മടങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ പ്രസ്ഥാനവുമായി എനിക്ക് ഹൃദയബന്ധമുണ്ട് എന്നുള്ളത് ഞാൻ ആദ്യമായി വെളിപ്പെടുത്തിക്കൊള്ളട്ടെ. ഏതായാലും മദ്രാസിൽ ഇതുപോലെ ഒരു സ്ഥാപനം, ആശാന്റെ പേരിൽ വിദ്യാലയമുണ്ട്. വിദ്യാലയത്തിന് പുറമെ മലയാള ഭാഷയിൽ മറ്റെങ്ങുമില്ലാത്ത രീതിയിൽ മഹത്തരമായിരിക്കുന്ന കവിതയ്ക്കുള്ള ഒരു പുരസ്കാരവും ആശാൻ പ്രസ്ഥാനം ഏർപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ എന്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പ്രശംസിച്ചുകൊള്ളുന്നു. സാധാരണഗതിയിൽ വെറും പ്രശംസ നടത്തുവാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. പക്ഷേ ഇത്രയും ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്നൊരു
ഒരു പ്രവൃത്തിയെ നാം കണ്ണടച്ചുകൊണ്ട് പോകുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഇതിന്റെ ഭാരവാഹികളുടെ ഈ സൽക്കർമ്മം മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം തന്നെ പകർത്തേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുകയും ചെയ്യുന്നു. ഏതായാലും ഭാഷയ്ക്ക് മനുഷ്യരെ പോലെയുള്ള വംശങ്ങളുണ്ട്. അതിലൊന്നാണ് ദ്രാവിഡ വംശം. തെക്കേ ഇന്ത്യയിൽ ദ്രാവിഡ വംശമുണ്ട്. ആ വംശത്തിലെ പ്രധാന അംഗങ്ങളാണ് തമിഴ്, കർണാടകം, തെലുങ്ക്, മലയാളം, ഈ 4 സഹോദരികൾ. അതിൽ ഏറ്റവും മൂത്ത ചേച്ചിയാണ് തമിഴ്, ഏറ്റവും ഇളയ അനിയത്തി മലയാളം. അങ്ങനെയുള്ള ഈ മൂത്ത ചേച്ചിക്ക് ഇളയ അനിയത്തിയോട് പ്രത്യേകമായ വാത്സല്യമുണ്ട്. ഇളയച്ചനയ്ക്ക് സമ്മാനങ്ങൾ കൊടുക്കും. അങ്ങനെ കൊടുത്ത ഒരു വലിയ സമ്മാനമാണ് തമിഴ് എന്ന് പറയുന്ന മൂത്ത ചേച്ചി മലയാളം എന്ന അനിയത്തിക്ക് കൊടുത്ത വലിയ ഒരു സമ്മാനമാണ് ഈ ആശാൻ പുരസ്കാരം. അങ്ങനെയുള്ള ആ പുരസ്കാരം സ്വീകരിക്കുന്നതിന് ഇക്കൊല്ലം എനിക്ക് അവസരം നൽകി എന്നുള്ളത് വളരെയധികം ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു കാര്യമാകും. ഏതായാലും ദ്രാവിഡ ഭാഷ ഗോത്രത്തിന്റെ ഈ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഉള്ള നിങ്ങളുടെ ശ്രമത്തിന് ഞാൻ വീണ്ടും എന്റെ അഭിനന്ദനം അർപ്പിക്കുന്നു. പലരും എന്നോട് ചോദിക്കാറുണ്ട് എന്റെ ആരോഗ്യ രഹസ്യം എന്താണ് എന്ന്. ഞാൻ സാഹിത്യപരമായ കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം. പക്ഷെ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഞാനിവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. അത് ഒരുപക്ഷെ നിങ്ങൾക്ക് മറ്റിടത്ത് കിട്ടിയെന്ന് വരികയുമില്ല. എന്നോട് എന്റെ ആരോഗ്യ രഹസ്യം എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. ആ രഹസ്യത്തിന് ഞാൻ നന്ദി പറയുന്നത് കോട്ടയ്ക്കൽ ഒരു ആയുർവേദ വൈദ്യനോടാണ്. 1977 തിരുവനന്തപുരത്ത് ലോക മലയാള സമ്മേളനം നടക്കുന്ന അവസരത്തിൽ കോട്ടയ്ക്കൽ നിന്നും ഒരു വൈദ്യൻ അവിടെ വരികയുണ്ടായി. ആ വൈദ്യന്റെ അടുക്കൽ അന്ന് പി കുഞ്ഞിരാമൻ നായർ തീരെ സുഖമില്ലാതെ വന്നപ്പോൾ ആ വൈദ്യന്റെ അടുക്കൽ ചെന്ന് മരുന്ന് വാങ്ങുവാൻ പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തൊണ്ടയ്ക്ക് ചില കഫക്കെട്ടുകളൊക്കെ വരും, ലങ്സിന് ചില വേദനകളൊക്കെ ഉണ്ട്, അതിനൊക്കെ എന്താ. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ നിങ്ങൾക്ക് ചെറുപ്പമല്ലേ, ആഹാരം കൊണ്ട് മാറ്റണം. അതിനെന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹം പറഞ്ഞു നെല്ലിക്ക കിട്ടുന്ന കാലത്തെല്ലാം കുറെ ഉള്ളിലാക്കണം. നെല്ലിക്ക ഞരമ്പുകളെ ബലപ്പെടുത്തും. ഞരമ്പുകളെ ബലപ്പെടുത്തുമ്പോൾ ലങ്സ്, ശ്വാസകോശവും മറ്റെല്ലാ അവയവങ്ങളും തന്നെ സജീവമായിരിക്കും. അതുകൊണ്ട് രോഗ പ്രതിരോധ ശക്തി ശരിക്കും ലഭിക്കുവാൻ നെല്ലിക്ക ഉപകരിക്കും എന്നോട് പറഞ്ഞു. ഞാൻ അന്ന് മുതൽ തന്നെ നെല്ലിക്ക സേവ തുടങ്ങി. അത് ശരിയാണെന്ന് എനിക്ക് തോന്നി. ഞാൻ എവിടെയോ വായിച്ചു കാന്താരി മുളക് രക്ത കട്ടിപിടിക്കുന്നതിന് കാന്താരി മുളക് ഉപയോഗിച്ചത് മാറുന്നത്. അങ്ങനെ കാന്താരി മുളക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ രക്തധമനികളുടെ കുഴപ്പവും മാറും. അതുകൊണ്ട് നെല്ലിക്ക ഉപ്പുവെള്ളത്തിൽ വേവിച്ച് കുരുകളഞ്ഞ് കാന്താരി മുളകിട്ട് ചമ്മന്തിയായി അരച്ച് ഉപയോഗിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഏതാണ്ട് 30 കൊല്ലം 77 മുതൽ ഞാനത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ യോഗമില്ലാതെ സഹതം വിളിക്കാതെ കൂടുതൽ അറിയാവുന്നത്. ഏതായാലും അങ്ങനെയുള്ള ഒരു ഭക്ഷണ രീതി അതൊരു മരുന്നായിട്ട് തന്നെ കൂട്ടുന്നില്ല. ഒരു ദിവസം നെല്ലിക്ക ഡ്രിങ്കെന്നാണ് ഞാൻ പറയുന്നത്. അവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. അതൊരു 2 കൊണ്ടിട്ടിട്ട് വെള്ളം ഒഴിച്ച് കലക്കി ഞാനത് കുടിക്കും. അപ്പോൾ ഈ നെല്ലിക്ക ഡ്രിങ്ക് ഒരു ദിവസം കഴിച്ചില്ലെങ്കിൽ ഇന്നെന്തോ തെറ്റ് ചെയ്തു എന്നുള്ള ഒരു മട്ടാണ് എനിക്ക്. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അനുകരിക്കാൻ കൊള്ളാവുന്ന ഒരു ഭക്ഷണ ക്രമമായി ഞാനത് ഇവിടെ അവതരിപ്പിക്കുകയാണ്. സാഹിത്യപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിനേക്കാൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറയുന്നതായിരിക്കും നല്ലതെന്നോർത്ത് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഇവിടെ എൻ്റെ കവിതകളെ കുറിച്ച് പറയുകയുണ്ടായി. 1-2 കവിതകൾ അവതരിപ്പിക്കുക.
അതായിരിക്കും ഉചിതം. പ്രസംഗിക്കുന്നതിനേക്കാൾ കവിത നിങ്ങളോട് പ്രസംഗിച്ചുകൊള്ളൂ. നമ്മുടെ നാട്ടില് ജോലി ചെയ്യുവാൻ തൽപരരില്ല. ജോലിക്കുള്ള പ്രതിഫലം വാങ്ങുവാൻ വലിയ ഉത്സാഹമുണ്ട്. ഇങ്ങനെ നമ്മുടെ ഔദ്യോഗിക രംഗത്തായാലും മറ്റേതൊരു രംഗത്തായാലും പ്രവർത്തിക്കുവാൻ താല്പര്യമില്ല, പ്രതിഫലം പറ്റുവാൻ വലിയ ഉത്സാഹവുമാണ്. ഇതിനെ ഒന്ന് ചിത്രീകരിക്കുവാൻ വേണ്ടി ഞാൻ എഴുതിയ ഒരു കവിതയാണ് നാട്ടുനടപ്പ്. കാരണം നമ്മുടെ നാട്ടുനടപ്പ് പ്രവർത്തിക്കുവാനുള്ള വൈമുഖ്യവും പ്രതിഫലം പറ്റുവാനുള്ള അതിര് കടന്ന താല്പര്യവുമാണ്. ആ നാട്ടുനടപ്പിനെ ചിത്രീകരിക്കുവാൻ ഞാൻ എഴുതിയ ഒരു കവിത ഇവിടെ അവതരിപ്പിക്കുന്നത്. കവിതയിൽ കൊടുത്തിരിക്കുന്ന പേരും നാട്ടുനടപ്പൻ തന്നെയാണ്. രണ്ടു നാളായി റോഡിൽ ഒരു പട്ടി ചത്തു കിടക്കുന്നു, കൊണ്ടുപോകാൻ ആരുമില്ല കോർപ്പറേഷനിൽ. ഇതിനൊക്കെ ആളുകളുണ്ട്. കോർപ്പറേഷനിൽ ഇങ്ങനെ അനാമത്തുകളെ കൊണ്ടുപോകാൻ നല്ല ശമ്പളം പറ്റുന്ന ആളുകൾ, പക്ഷെ കൊണ്ടുപോകണ്ടേ. രണ്ടു നാളായി റോഡിലൊരു പട്ടി ചത്തു കിടക്കുന്നു, കൊണ്ടുപോകാൻ ആരുമില്ല കോർപ്പറേഷനിൽ. വരുന്നവർ മുക്കുകുത്തി കടന്നുപോയി, വരിഷ്ഠമാം നഗരത്തിൻ സ്ഥിതിവിശേഷം. ഇവിടെ ഇത് ചെയ്യാനായിട്ട് കൊണ്ടുവരുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് നമ്മളെന്തിനു ബുദ്ധിമുട്ടുന്നു, അതുകൊണ്ട് മറ്റാരും അതിന് തയ്യാറായില്ല. അങ്ങനെ വരുന്നവർ മുക്കുകുത്തി കടന്നുപോയി, വരിഷ്ഠമാം നഗരത്തിൻ സ്ഥിതിവിശേഷം. അങ്ങനെ ഇരിക്കുമ്പോൾ അയലത്തെ പള്ളിയിലെ പുരോഹിതൻ കോർപ്പറേഷൻ അധികാരിയോട് കാര്യം ഫോണിലോതുമ്പോൾ, ഒരു പള്ളിയുടെ അടുത്തായിരുന്നു. അച്ഛന് ഈ പട്ടിയത്ത് കിടന്ന് പണം പിടിച്ചപ്പോഴേക്കും ഇത് അറിഞ്ഞു കാണുകയില്ല. അതുകൊണ്ട് ആ ആളിനോട് പറഞ്ഞേക്കാൻ വിചാരിച്ചുകൊണ്ട് പരിശ്രമിച്ച് അതിന്റെ ചുമതലക്കാരന്റെ ഫോൺ നമ്പരും കണ്ടുപിടിച്ച് അച്ഛൻ ഫോൺ ചെയ്തു, ഇങ്ങനെ ഒരു സംഗതി കിടക്കുന്നു, കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ അയലത്തെ പള്ളിയിലെ പുരോഹിതൻ കോർപ്പറേഷൻ അധികാരിയോട് കാര്യം ഫോണിലോതുമ്പോൾ ചുമതല മറന്ന്, അതിന്റെ നടപടി ചെയ്തിരിക്കുന്നതിന് പകരം ചുമതല മറന്ന് ഏതു അഹങ്കാരപുരത്തിൽ വൈകമയും ജീവിതമയാ തുറന്നടിച്ചു. എന്താ പറഞ്ഞത്? അതിനോ സ്വന്തം നാട്ടിൽ മരിച്ചോളൻ കാര്യമെല്ലാം വിധി പോലെ പുരോഹിതനല്ലി നോക്കേണ്ടു. ഇതാണ് നമ്മുടെ നാട്ടിലെ നടപ്പ്. അതിനോ സ്വന്തം നാട്ടിൽ മരിച്ചോളൻ കാര്യമെല്ലാം വിധി പോലെ പുരോഹിതനല്ലി നോക്കേണ്ടു. പുരോഹിതനും ഒരു അല്പക്ഷീണം തോന്നിയെങ്കിലും അത്ര മോശക്കാരനായിരുന്നില്ല. പുരോഹിതൻ തിരിച്ചോടി, പ്രിയപ്പെട്ട സുഹൃത്തെ, താൻ പറഞ്ഞതിൽ കാര്യമുണ്ട്, സമ്മതിച്ചു ഞാൻ. ശരിയല്ലേ? അന്ത്യപ്രദാശയൊക്കെ കൊടുക്കുകയും ഒഫീസിലും ഒക്കെ ചെയ്ത അച്ഛന്മാരുടെ കടമയാണ്. അതുകൊണ്ട് താങ്കൾ പറഞ്ഞതിൽ കാര്യമുണ്ട്, സമ്മതിച്ചു ഞാൻ. പക്ഷേ ആരെങ്കിലും മരിക്കുമ്പോൾ അടുത്ത ബന്ധുവെ കാര്യം അറിയിക്കുന്നത് നാട്ടു നടപ്പല്ലയോ? അതിനാൽ അപ്പോൾ ആരെങ്കിലും മരിക്കുമ്പോൾ അടുത്ത ബന്ധുവെ കാര്യം അറിയിക്കുന്നത് നാട്ടു നടപ്പല്ലയോ? അതിനാൽ വിളിച്ചു ഞാനും ക്ഷമിച്ചാലും അടിയേറ്റോരധികാര ഗർവസർപ്പമ്പത്തിതാഴ്ത്തും. ഇങ്ങനെ അധികാര ഗർവത്തിന്റെ തലയ്ക്ക് ഉള്ള അടി, കവിതയിൽ കൂടിയുള്ള ഒരടിയാകുന്നു നാട്ടുനടപ്പ് എന്ന കവിത. ഇവിടെ കവിതയുടെ ധർമ്മങ്ങളെ കുറിച്ചും മറ്റു പല വിശദമായ കാര്യങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. വാസ്തവത്തിൽ മനുഷ്യ ഹൃദയത്തെ വശീകരിക്കുവാൻ സംഗീതം കൂട്ടുപിടിച്ച കവിതയ്ക്ക് വളരെയധികം കഴിവുണ്ട്. ഗദ്യകവിതകളല്ല മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുന്നത്, വൃത്തനിബദ്ധമായിരിക്കുന്ന കവിതകളാണ്. കാരണം അവിടെ സംഗീതവും കൂട്ടുന്നു. ഇങ്ങനെ സംഗീതത്തോടെ കൂട്ടുപിടിച്ചു വരുന്ന സാഹിത്യം, ആ സാഹിത്യത്തിന്റെ വില സംഗീതരഹിതമായ സാഹിത്യത്തിന് അത്രയും കിട്ടുകയില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് ഇന്നും കവിതയ്ക്ക് വലിയ മാർക്കറ്റുള്ളത്.